ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോവുകയാണ്. ഈ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ. ഒരു ഓവർലാക്കിൻ്റെ ഒരു മെഷീനൊക്കെ വാങ്ങുക എന്ന് പറയുന്നത്, ഒരു ഷോപ്പ് തുടങ്ങണം എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങി. ഒപ്പം നമുക്ക് ഷോപ്പിലേക്ക് ഡ്രസ്സ് പുറത്തേക്കൊക്കെ തയ്ച്ചു കൊടുക്കും, വൃത്തിയിൽ തയ്ച്ചു കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓവർലാക്കിൻ്റെ മെഷീൻ വാങ്ങാനായിട്ട് കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറേശ്ശെ നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം ചേർത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഓരോന്നായിട്ട് വാങ്ങാനായിട്ട്. അങ്ങനെയുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു ഓവർലാക്കിൻ്റെ മെഷീൻ ഞാൻ വാങ്ങുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ജാക്ക് F5 നമ്മുടെ കയ്യിലുണ്ട്. അതൊരു 3 വർഷം പഴക്കമുള്ളൊരു മെഷീനാണ്. 3 വർഷമായി വാങ്ങിച്ചിട്ട്, മൂന്ന് വർഷത്തിൽ കൂടുതലായി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കിങ്ങനെ ഓവർലാക്കിൻ്റെ ഒരു മെഷീൻ വാങ്ങണമെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പോയത് നെയ്യാറ്റിൻകരയിലെ റാണി ചന്ദ്രയിലാണ്. ഞാൻ ജാക്കിൻ്റെ മെഷീനും റാണി ചന്ദ്രയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണ് പോയത്, സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് പോയി. അപ്പോൾ തന്നെ നമുക്ക് അവിടെയുള്ള ഷോപ്പിലുള്ള ആളുകളൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിലാണ് ഓരോ സാധനങ്ങളും പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഏതാണ് ബെറ്റർ എന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജാക്ക് എടുക്കുന്ന സമയത്ത് ജാക്ക് F5 ആയിരുന്നു ലേറ്റസ്റ്റ് മോഡലായിരുന്നു. ഇപ്പോൾ ജാക്കിൻ്റെ തന്നെ കുറേ അധികം ഫങ്ഷൻസിൽ വ്യത്യാസം വരുന്ന വേറൊരു മോഡലാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ ചെറിയൊരു കൊതിയുണ്ട് കേട്ടോ അതെടുക്കാനായിട്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയാണ്. പിന്നെ ജാക്കിൻ്റെ ഓവർലാക്ക് മെഷീനും അവിടെ ഇരിപ്പുണ്ട്. അതിന് നല്ല എമൗണ്ട് ആവും. അതിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടാനായിട്ട് ഇനിയും കുറേ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുകയാണ്, നൂല് കോർക്കുന്നതും അതിൻ്റെ ഓരോന്നും വ്യത്യാസമുണ്ട് കേട്ടോ. ഓരോ ഫങ്ഷൻസിലും വ്യത്യാസമുണ്ട്. ഓരോ വർഷം ഒരു പുതിയ അപ്ഡേഷൻസ് ഓരോ മെഷീനിലും കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ആ മെഷീനിലുണ്ട്. സ്പീഡ് കൂടുതലാണ്, അങ്ങനെ നല്ല കുറേ ക്വാളിറ്റീസ് അതിനുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടത് ജിൻ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഇതും വളരെ മോശമല്ലാത്തൊരു കമ്പനി, നല്ലൊരു കമ്പനിയാണ്. ഇത് നല്ല ഹൈ കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന നല്ലൊരു മെഷീനാണ് കേട്ടോ. നല്ല മൂവിങ് ഉള്ളൊരു മെഷീനാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഉഷയുടെ മെഷീനാണ്. ഉഷയുടെ മെഷീൻസും നമുക്ക് നല്ല ഗ്യാരൻറ്റിയോടുകൂടി വാങ്ങാം. പിന്നെ നമുക്ക് ഉഷയുടെ തന്നെ എല്ലാ മെഷീൻസും അവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഉഷയുടെ ഇങ്ങനെ ജാക്ക്, ഉഷ അത് മാത്രമല്ല ഏത് ഐറ്റം വേണമെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ അത് നമുക്ക് തരുന്നതായിരിക്കും. എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് കൊണ്ടുവന്ന് നമുക്ക് തരും. പിന്നെ നമ്മളിങ്ങനെ ഓവർലാക്കിൻ്റെ മെഷീൻ ഓരോന്നും അവർ ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. ത്രെഡൊക്കെ ഇട്ട് ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആദ്യം ആ ടേബിളോട് കൂടിയിട്ടുള്ള മെഷീൻ എടുക്കാനാണ് നോക്കിയത് കേട്ടോ. പക്ഷേ അത് അവർ പറഞ്ഞു ഇങ്ങനെ നമുക്കിപ്പോൾ ചെറിയ ഷോപ്പൊക്കെ ഇല്ല, എപ്പോഴും നമുക്ക് ഓവർലാക്കിൻ്റെ മെഷീൻ ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇവിടെ പോർട്ടബിളാണ്, നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെ എളുപ്പം എടുത്ത് മാറ്റി വയ്ക്കാനും കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്നതാണ് ഈ ഒരു മെഷീൻ. അപ്പോൾ ഇത് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് പെട്ടെന്നെടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്നത് കൊണ്ടും സ്പേസ് കുറവായതുകൊണ്ടും പിന്നെ നല്ല മൂവിങ് ഉണ്ട്, നല്ലതാണ്. വേറെ പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റ്സോ ഒന്നും വരാത്തൊരു കമ്പനിയാണ്. ഗുരു എന്നാണ് കമ്പനി. അപ്പോൾ ഈ ഒരു മെഷീനാണ് നല്ലത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അവരെങ്ങനെയാണ് സൂചി ഇടുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ വ്യക്തമായിട്ട് അവർ നമുക്കിത് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും ട്രയൽ ചെയ്ത് നോക്കി, ഒരു 3-4 പ്രാവശ്യമൊക്കെ ട്രയൽ ചെയ്ത് നോക്കി, നമ്മളെ കൊണ്ട് അത് ചെയ്ത് നോക്കിയിട്ടേ അവർ നമുക്ക് മെഷീൻ തരുള്ളൂ. ഞാനും ഇപ്പോൾ അവിടെ നിന്ന് തയ്ച്ചൊക്കെ നോക്കി എങ്ങനെയാണ് എന്നുള്ളതും പ്രഷർ ഫുഡ് പൊക്കുന്നതും താഴ്ത്തുന്നതും ഒക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ അപ്പോൾ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം അങ്ങനെ സാധിച്ചു. ഞാൻ തയ്ച്ചൊക്കെ നോക്കി, ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് തയ്ക്കുന്നുണ്ട്. കട്ട് ചെയ്തൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. നമ്മൾ ആ പ്രോഡക്റ്റ് പാക്ക് ചെയ്തു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് പിന്നെ കുറച്ച് നൂലും, നമ്മൾ പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങണമല്ലോ. കുറേ നൂലും ബോബൻ കേസും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അതൊക്കെ എടുത്ത് നമ്മൾ വണ്ടിയിലേക്ക് കയറി നമ്മൾ പോവുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് നമുക്കിത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. നമ്മൾ നേരെ ഷോപ്പിലാണ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് നമുക്കത് എങ്ങനെയാണെന്നുള്ളത് അവിടെ പോയി ചെയ്ത് കാണിക്കാം. അത് ഇങ്ങനെ നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യുന്നതെല്ലാം സെറ്റ് ചെയ്തവർ തന്നു. എന്നാലും നമുക്ക് പുതിയത് എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് പിന്നെയും ഒന്നുകൂടെ ചെയ്ത് നോക്കാനൊക്കെ ഭയങ്കര ത്വരയായിരിക്കുമല്ലോ. അങ്ങനെ തന്നെയാണ് ഞാനും. അപ്പോൾ നമ്മൾ വാങ്ങിച്ച നൂലുകളാണിതൊക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നൂലിടാനുള്ളതും നൂലിടാനുള്ള ടൂൾസും, മെഷീൻ ടൈറ്റ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒക്കെയുള്ള ടൂൾസ്, പിന്നെ ഒരു പെന്നുണ്ട്, ഒരു
സൂചി, പിന്നെ നമ്മുടെ മോട്ടറിലുള്ള എന്താ കാർബൺ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അതിൻ്റെ ബ്ലേഡ് ഉണ്ടല്ലോ, നമ്മുടെ മെഷീനിലുള്ള പവർലെക്കിൻ്റെ മെഷീനിലൊരു ബ്ലേഡ് വരും, അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ മെഷീൻ്റെ പുറത്തൊക്കെ പുറത്തെടുത്ത് വെച്ചു. ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് വെച്ചു. ഇതിന് നമ്മൾ വയറൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. മോട്ടറിൻ്റെ വയറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, മോട്ടർ കയ്യിലുണ്ട്. അത് നമ്മൾ ഒന്നേന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം. സെപ്പറേറ്റാണ് നമുക്കത് തരുന്നത്. അത് കണക്ട് ചെയ്ത് നമ്മുടെ സാധാ മെഷീനിലെ മോട്ടറില്ല, നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച് വയ്ക്കുന്ന മോട്ടർ, അതുപോലൊരു ചെറിയ മോട്ടറാണ് കേട്ടോ ഇതിനുള്ളത്. അതാണ് അതിൻ്റെ വയറൊക്കെ നമ്മളെടുത്തു. അത് കണക്ട് ചെയ്തൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം ഞാനൊരു ചെറിയ തുണിയുടെ പീസൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കി. നല്ല നമ്മൾ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇനി നമുക്ക് ധൈര്യമായിട്ട് പുറത്തേക്കുള്ള തുണികളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ചതിലും ഭയങ്കര സന്തോഷമാണ് കണ്ടോ. ഒരു മടക്കൂടെ മടക്കി വെച്ച് തയ്ച്ചപ്പോഴത്തേക്കും നല്ല രീതിയിൽ കട്ടായിയൊക്കെ വരുന്നുണ്ട് കണ്ടോ. ഓക്കെയാണ്, അപ്പോൾ സെറ്റാണ്. നമുക്ക് ഓവർലാക്കിൻ്റെ മെഷീനൊക്കെ ആയി. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇത് സാധിച്ചത്. നമ്മളിങ്ങനെയാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലേക്ക് ഒതുക്കി വയ്ക്കാതെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് മുന്നോട്ട് പോവുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പലരും കണ്ടിട്ട് ഒരു കമൻറ്റും ഇടാതെ പോകുന്നുണ്ട്. നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.